ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഒട്ടും പൊട്ടാതെയും പൊടിയാതെയും വളരെ പെർഫെക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി നോക്കാം. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 200 ഗ്രാം, ഉരുളക്കിഴങ്ങ് ഒരെണ്ണം വലുത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സവോള ഒരെണ്ണം മീഡിയം സൈസിലുള്ളത് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, റൊട്ടിപ്പൊടി അല്ലെങ്കിൽ റസ്ക് പൗഡർ 1 കപ്പ്, മുട്ട 2 എണ്ണം, വറുക്കാൻ ആവശ്യമായ ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ ചിക്കൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചിക്കന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും, ഒരുപാട് ഇതിനെ അരച്ചെടുക്കരുത്. അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളമില്ലാതായിരിക്കണം ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് 3 കൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മളിതിനെ വഴറ്റി. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് വഴറ്റാം. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സവോളയൊക്കെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നേച്ചാൽ മതി. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം ചെറിയ സ്പൂണിനാണ് ഈ പൊടികളെല്ലാം ചേർത്തിട്ടുള്ളത്. ഇനി ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം നന്നായിട്ട് വഴറ്റണം. പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറി പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികൾ കരിഞ്ഞു പോകരുത്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വേവിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലോ ഹീറ്റിൽ തന്നെയാണ് നമ്മളിപ്പോഴും വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതിനെ ഇതുപോലെ ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് എത്തണം. അതുപോലെ തന്നെ ചിക്കൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരണം. ഒരുപാട് മൊരിയിക്കേണ്ട ആവശ്യമില്ല. ലോ ഹീറ്റിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് നമ്മളിതിനെ നന്നായിട്ട് ചൂടാക്കി. ഇപ്പോൾ ചിക്കനിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങുമായിട്ട് മിക്സാക്കി എടുക്കാൻ. ചിക്കൻ ഇപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്ന് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ചേർക്കാതാണ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും എടുക്കുമ്പോൾ ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. ചിക്കൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഒരുപാട് ഹാർഡായി പോകും. എന്നാൽ ഉരുളക്കിഴങ്ങ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ആക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കട്ട ഉടച്ചെടുക്കണം. കുറച്ചൊക്കെ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഉടഞ്ഞു പോകും. അതുപോലെ തന്നെ ചിക്കന് നമ്മൾ വേവിച്ചെടുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഞാനിതിനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കുറച്ചെടുത്ത് ഉരുള പിടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ചിക്കൻ മിക്സറിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാം. അതിനെ ഇതുപോലെ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. ഉള്ളിൽ ഒട്ടും സ്പേസ് ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് ഉരുള പിടിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്കിതിനെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി ഈ ഒരു ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. ഇനി ഇതിനെ റൊട്ടിപ്പൊടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിനെ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മിക്സർ ഉപയോഗിച്ചിട്ടും ഷേപ്പ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാൻ 6 ബ്രെഡ് അരികി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കിനി ബാക്കിയിരിക്കുന്ന മിക്സർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും തമ്മിൽ മുട്ടാതെ ഇതുപോലെ അകറ്റി അകറ്റി ഇട്ട് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ മീഡിയം ഹീറ്റിലേക്ക് മാറ്റി വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഇത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ചൂട് കൂടുതലാണെങ്കിൽ പുറകുവശം വല്ലാതെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതാകുമ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലൊക്കെ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും. ഇനി നമുക്ക് ഈ ബാലൻസ് ഓയിലിലേക്ക് ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റും കൂടെ ഓരോന്നായിട്ടിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ടൊമാറ്റോ സോസിനൊപ്പം സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ദയവായിട്ട് ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. നമ്മുടെ ഓരോ അപ്ഡേറ്റ്സും മിസ് ചെയ്യാതിരിക്കുക. താങ്ക്